ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ബാത്റൂമിൽ നിന്നിട്ട് വീഡിയോ എടുത്തതാണ്. സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ 5:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പോവാൻ ഭയങ്കര എടുപ്പുണ്ട്, മഴ പെയ്ത് തോർന്നതിൻ്റെ. സോ ഞാൻ എല്ലാ സാധനങ്ങളും എടുത്തു. വലിയ മോട്ടിവേഷനൊന്നുമില്ല, നല്ല തണുപ്പുണ്ട്. പക്ഷെ എങ്ങനെയൊക്കെയോ ഞാൻ എഴുന്നേറ്റു. പിന്നെ നമുക്ക് ഷൂ ഒക്കെ ഇട്ട് സെറ്റായിട്ട് ഇറങ്ങാം. അപ്പം ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ പറയണ വോയിസ് അതിൻ്റെ അകത്ത് സേവ് ആവേണ്ടതെന്ന് എനിക്കറിയില്ല, കാരണം ഞാനൊരു സാധനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. കൗച്ച് ടു 5K എന്ന് പറയുന്ന ഒരു NHSൻ്റെ ആപ്പാണ്. അതിൻ്റെ അകത്ത് നമ്മൾ അങ്ങനെ റൺ ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യും, ആദ്യമായിട്ട് റൺ ചെയ്യുന്ന ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണ ഒരു ആപ്പാണ്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങനെ പറയും, ഓക്കെ ഇത്ര മിനിറ്റ് നടക്കുക, ഇത്ര മിനിറ്റ് ഓടുന്നൊക്കെ പറയും. ആ സാധനം NHSൻ്റെ ആപ്പ്. അപ്പോൾ ഇന്നലെ എനിക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു ആൾ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. സോ എനിക്കറിയില്ല അതിപ്പോൾ വോയിസ് ഇതാവേണ്ടെന്ന്. അപ്പോൾ അവരാദ്യം എൻ്റെ അടുത്ത് വാമപ്പായിട്ട് നടക്കാനാണ് പറഞ്ഞത്. ഇതൊക്കെ നല്ല രസം കണ്ടോ. ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാലില്ലേ, ഭയങ്കര തണുപ്പ്. എൻ്റെ കയ്യൊക്കെ മരവിക്കാം. പിന്നെ നടന്നു കഴിഞ്ഞിട്ട് കാണാം. ഞാൻ ഇന്നലത്തെ ആ ഒരു റൂട്ടിൽ തന്നെയാണ് ഓടണം. പക്ഷേ ഇന്നലത്തെ അത്ര ഓടണം എനിക്കൊന്നും. ഇന്നലെ ഞാൻ കുറച്ചും കൂടെ കൂടുതൽ ഓടി. പക്ഷെ ഇന്ന് ഞാൻ മാക്സിമം ആ ആപ്പിൽ പറയണ പോലെ ഓടണം. ലൈക്ക് ആദ്യം നമ്മൾ കുറച്ച് നേരം നടക്കുക വാമപ്പിന്, പിന്നെ ഒരു 60 സെക്കൻഡ് ഓടാം, നോട്ട് ടു ഫാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളൊരു 90 സെക്കൻഡ് നടക്കുക, പിന്നെ വീണ്ടും 60 സെക്കൻഡ്. അങ്ങനെ ഒരു പേസിലാണ്. അപ്പോൾ നമ്മളുടെ അടുത്ത് അവർ പറയും ഓൾറെഡി. ആപ്പ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പൊക്കോളും, നമുക്കതിങ്ങനെ എപ്പോഴും ഓണാക്കി വെക്കണമെന്നില്ല അത്. സോ അതിൻ്റെ അകത്ത് അവർ പറയണ പോലെ ചെയ്യണം. കാരണം അത് കുറച്ചും കൂടെ ഹെൽത്തി ആണല്ലോ. ലൈക്ക് ഇൻ്റർവെൽസ് എപ്പോഴും നമ്മൾ എടുക്കേണ്ടതെന്ന് നമുക്ക് അതിൻ്റെ അകത്ത് അറിയാമല്ലോ. അത് കാരണം ഭയങ്കര തണുപ്പ് തന്നെ. ആക്ച്വലി ഓടുന്ന ടൈമാ. ഇന്നത്തെ ഒരു സെക്കൻഡ് ഞാൻ സ്കിപ്പ് ചെയ്തു, കാരണം എനിക്ക് ഓടാൻ പറ്റണില്ല. സൂര്യനെ കാണിച്ചരാട്ടോ, കണ്ടോ ഭയങ്കര വെളിച്ച. ഓടാൻ പറ്റണില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നൽ ഓഫല്ല. പറ്റണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പുണ്ട്, എനിക്ക് തോന്നുന്നുണ്ട് വേന എടുക്കുന്നുണ്ട്. പിന്നെ വയ്യ കാലുവേന എടുക്കാം. കാലെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിൻ്റെ ആംഗിളും അതേപോലെ എല്ലാം ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ, അതുമാണ് മെയിനായിട്ട് എനിക്ക് വേന എടുക്കണം. അയ്യോ ആൾക്കാർ വരണം. Of your app if you need any tips on how to stretch before or after your run. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ടല്ലോ അവരിങ്ങനെ പറയാണ് സ്ട്രെച്ച് ചെയ്യണം, ഫസ്റ്റ് റൺ ഈസ് ഓൾവേസ് അങ്ങനെ. അത് അയ്യോ മോട്ടിവേഷനൊക്കെ എനിക്കറിയില്ല. ഞാൻ ഇന്നലത്തെ വെച്ച് എത്രയോ ഓടിയെന്ന്. വയ്യാണ്ടായി, അതാണ് സത്യം. കാലിൻ്റെ എല്ലിൽ നല്ല വേനയുണ്ട്, ആംഗിളും. അത് കൂടാണെങ്കിൽ തോന്നുന്നു ചെവിയിൽ കാറ്റടിച്ചിട്ട് 2 ചെവിയും വേനെടുക്കുന്നുണ്ട്. അത് വേറൊരു കാര്യം. പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ഹെഡ്സെറ്റാണോ, ഞാൻ മറ്റേ ക്ലിപ്പ് ഹെഡ്സെറ്റാണ് യൂസ് ചെയ്യണം. കാരണം എനിക്ക് എൻ്റെ ചെവിയുടെ ഷേപ്പിൽ ബാക്കിയുള്ള ഹെഡ്സെറ്റൊന്നും ഇരിക്കില്ല. ഇനി അതാണോ എനിക്കറിയില്ല. സോ ഹാഫ് ആയി കഴിഞ്ഞപ്പോൾ ഞാനത് ഊരി മാറ്റി. പിന്നെ ഞാൻ നടന്നു പോവുകയാണ് വീട്ടിലേക്ക്. I can't run anymore.